ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു ഇശ്റൂൻ 20ാമത്തെ പാഠം അൽ കൽബുസ്സലീം. അൽ കൽബുസ്സലീം, പാപസുരക്ഷിതമായ മനസ്സ്. അപ്പോൾ അതാണ് നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠത്തിൽ ആദ്യം ഈ ബോക്സ് വായിക്കാം. ഹാജർ എടുത്തു കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, ദുൽഫുക്കാർ ഇന്നലെ എവിടെയായിരുന്നു? ദുൽഫുക്കാർ സുഖമില്ലായിരുന്നു, പല്ല് വേദനയായിരുന്നു. അഹമ്മദ് അവൻ കളവ് പറയുകയാണ്, അവൻ ഇന്നലെ വിരുന്നു പോയതാണ്. ദുൽഫുക്കാർ ഒന്നും മിണ്ടിയില്ല. ഉസ്താദ് ദുൽഫുക്കാറിനെ അടുത്തു വിളിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, കളവ് പറയരുത്, അത് വലിയ കുറ്റമാണ്. സത്യവിശ്വാസികൾ കളവ് പറയില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പാഠത്തിലേക്ക് കടക്കാം. സംസാരശേഷി അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വലിയ ശിക്ഷ ലഭിക്കുന്നതും തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. അപ്പം എന്താണ്? നാവിനെ സൂക്ഷിക്കുക മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത്? സംസാരശേഷി. അപ്പം അതിനെ നാവ് കൊണ്ടാണ്. അത് വലിയ ശിക്ഷ ലഭിക്കുന്നതും തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എന്താണ്? കുലിൽ ഹഖ് വലൗ കാന മുർറ, കയ്പുള്ളതാണെങ്കിലും സത്യം പറയൂ. കുലിൽ ഹഖ് വലൗ കാന മുർറ, കയ്പുള്ളതാണെങ്കിലും സത്യം പറയൂ എന്നാണ്. ലാ യഅ്തബ് ബഅ്ലുക്കും ബഅ്ല, നിങ്ങൾ ഈബത്ത് പറയരുത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? നാവ് കൊണ്ട് പറയുന്ന ദോഷങ്ങളാണ്. കളവ് പറയല്, ഈബത്ത് പറയല്, ഏഷണി പറയല്. അപ്പം ഇനിയുണ്ട്, നമുക്ക് ബാക്കി മനസ്സിലാക്കാം. ലാ യഷ്ഹർ ഖൗമും മിൻ ഖൗമി അസാ അൻ യകൂനു ഖൈറം മിൻഹും, പരിഹസിക്കരുത്. പരിഹസിക്കപ്പെട്ടവൻ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. പരിഹാസം ഇതും നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷമാണ്. നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളായ കളവ്, ഈബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവയെക്കുറിച്ചുള്ള താക്കീതാണിത്. എന്നിവയെക്കുറിച്ചുള്ള താക്കീതാണ് മുകളിൽ വന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഹൃദയം കൊണ്ടും സംഭവിക്കുന്ന നിരവധി തെറ്റുകളുണ്ട്. അന്യായമായ കോപം, കാരണമില്ലാത്ത കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം മുതലായവ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാം, നാവ് കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെയാണെന്നും പഠിക്കാം, മനസ്സിലാക്കാം. ഹൃദയം കൊണ്ടുള്ളതാണ് അന്യായമായ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം. അതൊക്കെ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ലാ തഗ്ളബ് വലക്കൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗം ലഭിക്കുകയില്ല. കോപിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുകയില്ല, മനസ്സിലാക്കുക. അടുത്തത് അൽ മുഅ്മിനു ലൈസ ബിഹഖൂദ്, സത്യവിശ്വാസി പകയുള്ളവനല്ല. സത്യവിശ്വാസി പകയുള്ളവനല്ല. അൽ ഹസദ് യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ്, തീ വിറക് തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയും. തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയും. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളുടെ താക്കീതാണ് ഈ പറഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കുക. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ, എന്താണ്? അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. സലാസു മുഹ്ലിക്കാത്ത് ഹവം മുത്തബഉം വശുഹും മുതാഉം വഇജാബുൽ മർഇ ബിനഫ്സിഹി, 3 നാശകാരികളാണ്. ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം എന്നിവയാണവ. അപ്പോൾ അത് മനസ്സിലാക്കുക. 3 നാശകാരികൾ. സലാസ് മുഹ്ലിക്കാത്ത്, 3 നാശകാരികളാണ്. ഏതൊക്കെ? ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്ക് അനുസരിക്കൽ, ഉൾനാട്യം എന്നിവ നാശകാരികളാണ്.
അപ്പം അത് മനസ്സിലാക്കാം. എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം നാം വർജിക്കേണ്ട പാപങ്ങളാണ്. മുകളിൽ പറഞ്ഞത് എല്ലാം നാം വർജിക്കേണ്ട പാപങ്ങളാണ്. സത്യവിശ്വാസി ഹൃദയശുദ്ധിയുള്ളവനാകണം. ഹൃദയശുദ്ധിയുള്ളവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാഹു തആല പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. പാപമുക്തമായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കൂല. പാപമുക്തമായ മനസ്സ് മാത്രമേ രക്ഷയുള്ളൂ. മനസ്സിലാക്കുക. വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങി നല്ല സ്വഭാവങ്ങൾ ആർജിക്കണം. നാം ആർജിക്കേണ്ട നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെ? ചോദ്യം വരാറുണ്ട്. എന്താണ്? വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയ നല്ല സ്വഭാവങ്ങളാണ് നാം ആർജിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് മനഃശുദ്ധിയും കർമ്മശുദ്ധിയും വചനശുദ്ധിയും നൽകട്ടെ. ആമീൻ. അൽ ബിർറു ഹുസ്നുൽ ഹുൽക്ക്. നന്മ ചെയ്യൽ സൽസ്വഭാവമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നക്റഉ നഫമൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഹുസ്നുൽ ഹുൽക്ക് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം മനസ്സിലാക്കുക. ഈബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഈബത്ത്. എന്താണ് ഈബത്ത് എന്നൊക്കെ ചോദ്യം വരും. മനസ്സിലാക്കുക. നമീമത്ത് എന്ന് പറഞ്ഞാല് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബ് നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. തദ്രിബാത്തിൽ നമുക്ക് ആദ്യം വരുന്നത് എന്താ? നംലഉൽ ഫറാഇ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഡാഷ് ഏറ്റവും വലിയതാണ്. എന്താണ്? മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? സംസാരശേഷി. നമുക്കവിടെ സംസാരശേഷി എന്ന് എഴുതാം. നമ്മളിവിടെ പാഠത്തിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സംസാരശേഷി എന്നത്. അത് അവിടെയൊക്കെ എഴുതാം. അടുത്തത് പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്ത് മൂലമാണ്? അപ്പം അവിടെ തെറ്റായ സംസാരങ്ങൾ മൂലമാണ് പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത്. മനസ്സിലാക്കുക. തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. അടുത്ത മൂന്നാമത്തെ നാവിനെയും ഡാഷിയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എന്താണ്? നാവിനെയും ഫർജിനെയും. നാവ് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഔറത്താണ്, നമ്മുടെ ഗുഹ്യസ്ഥാനാണ് ഫർജ് എന്ന് പറയുന്നത്. അപ്പോൾ നാവിനെയും നമ്മുടെ ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കാം. അടുത്ത എന്താണ്? കുലി ഡാഷ് വലൗ കാന മുറ. എന്തിന്? കുലിൽ ഹക്ക വലൗ കാന മുറ. അപ്പം അത് ഇങ്ങനെ വന്ന എല്ലാ അറബികളും ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അതിൻ്റെ ആശയം അർത്ഥം എഴുതാൻ വരും. അപ്പം അത് ഈ പാഠത്തിൽ വന്ന എല്ലാ അറബികളും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കുക. അടുത്തതോ ലാ ഡാഷ് ബഅ്ലുക്കും ബഅ്ല. എന്താണ്? ലാ യഅ്തബ് ബഅ്ലുക്കും ബഅ്ല. നിങ്ങൾ ഈബത്ത് പറയരുത്. ലാ യഅ്തബ് ബഅ്ലുക്കും ബഅ്ല. നിങ്ങൾ ഈബത്ത് പറയരുത്. അടുത്തത് ലാ യദ്ഖുലുൽ ജന്ന. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. അപ്പോൾ ഇവിടെ ജന്നത്ത എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് എഴുതുക. അടുത്ത എന്താണ്? നുത്തർജിമു ഇലാ ലുഅത്തിനെ നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. എന്താണ്? അപ്പോൾ ഇത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും എന്നത് എന്താണ്? നിശ്ചയം അല്ലാഹു തആല നിങ്ങളെ ശരീരത്തിലേക്ക് നോക്കുകയില്ല. നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാഠഭാഗം അപ്ഡേഷൻ വന്നത് കാരണം നിങ്ങളെ ഈ പാഠഭാഗത്തു നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കൽബുസ് സലീം എന്ന പാഠം കഴിഞ്ഞ വർഷം ദുറൂസുൽ ഇസ്ലാമിൽ ഉണ്ടായപ്പോൾ അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതിൽ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിന്ന് വന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുക.
നോക്കുക, ഹൃദയങ്ങളിലേക്കാണ് നോക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കി എഴുതുക. അടുത്ത എന്താണ്? യൗമല യംഫൗ മാലും വലാ ബനൂൻ. എന്താണ്? അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. അത് എഴുതുക അവിടേക്ക്. യൗമുല യംഫൗ മാലും വലാ ബനൂൻ എന്നത്. അടുത്തത് എന്താണ്? ഇജാബുൽ മർഇ ബിനഫ്സിഹി. എന്താണ്? ഇജാബുൽ മർഇ ബിനഫ്സിഹി. 3 നാശകാരികളാണ് സലാസു മുഹ്ലിക്കാത്ത്. അപ്പൊ അതിലെ ഒന്നാണ് ഇജാബുൽ മർഇ ബിനഫ്സിഹി, ഉൾനാട്യം എന്നത് അവിടെയൊക്കെ എഴുതുക. അടുത്തത് അൽ ഹസദ് യഅ്കുലുൽ ഹസനാത്ത്. എന്താണ്? ഉൾനാട്യം എന്നത് നോക്കി എഴുതുക. അൽ ഹസദ് യഅ്കുലുൽ ഹസനാത്ത്. എന്താണ്? അസൂയ നന്മകളെ തിന്നുകളയും. അസൂയ നന്മകളെ തിന്നുകളയും. അത് അടയാളപ്പെടുത്തിയിട്ട് എഴുതുക. അടുത്തതാ അൽ മുഅ്മിനു ലൈസ ബിഹഖൂദ്. എന്താണ്? സത്യവിശ്വാസി പകയുള്ളവനല്ല. സത്യവിശ്വാസി പകയുള്ളവനല്ല. സത്യവിശ്വാസി പകയുള്ളവനല്ല. അവിടേക്ക് എഴുതുക. അടുത്തത് എന്താണ്? നുതർജിമു ഇലൽ അറബി. ഇനി അറബിയിലേക്ക് ആക്കണം. പാപമുക്തമായ മനസ്സ്. പാപമുക്തമായ മനസ്സ്. നമ്മുടെ പാഠത്തിന്റെ പേര് എന്താണ്? കൽബുസലീം. അൽ കൽബുസലീം എന്ന് പാപമുക്തമായ മനസ്സ്. അത് എഴുതാം. അടുത്തതാ 3 നാശകാരികളാണ്. 3 നാശകാരികളാണ്. സലാസു മുഹ്ലിക്കാത്ത്. 3 നാശകാരികളാണ്. അടുത്തതാ നിനക്ക് സ്വർഗം ലഭിക്കും. എന്താണ്? വലക്കൽ ജന്ന. നിനക്ക് സ്വർഗം ലഭിക്കും. ഇവിടെ പറഞ്ഞിരുന്നോ? ലാ തഅലബ് വലക്കൽ ജന്നു. നീ കോപിക്കരുത്, നിനക്ക് സ്വർഗം ലഭിക്കും. അപ്പം അത് എഴുതുക. അടുത്തതാ എന്നാൽ അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? നിശ്ചയം അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, എന്നാൽ അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പം അതിൻ്റെ അറബി എന്താ വരുന്നത്? വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. അപ്പോൾ അത് എഴുതുക. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം അപ്ഡേഷൻ വന്നത് കാണണം. നിങ്ങൾക്ക് ഈ പാഠത്തിൽ വരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത എന്താണ്? ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അതിൻ്റെ അറബി എഴുതണം. എന്താണ്? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതന്നെയാണ് കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നസിൽ യോജിച്ചത് ചേർക്കാനാണ്. നമുക്ക് ആ അറബികളാണ് വന്നത് പാഠത്തിൽ പറഞ്ഞ. അപ്പം അത് തെറ്റാതെ എല്ലാവരും മനസ്സിലാക്കുക. എന്താണ്? മിനൽ മുഹ്ലിക്കാത്ത് ശുഹും മുത്താവും മിനൽ മുഹ്ലിക്കാത്ത്. എന്താണ്? മിനൽ മുഹ്ലിക്കാത്ത് ശുഹുൻ മുത്താ. ഡി എഴുതാ. എന്താണ്? പിശുക്കിനെ അനുസരിക്കല് നാശകാരിയാണ്. സലാസു മുഹ്ലിക്കാത്ത് പറഞ്ഞിരുന്നു. 3 നാശകാരികളാണ്. അപ്പം അത് പിശുക്കിനെ അനുസരിക്കല്. അടുത്തത് എന്താണ്? യഅ്കുലുൽ ഹസനാത്തി അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത്. തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നും നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തത് എന്താണ്? ലൈസൽ മുഅ്മിനു ബിഹഖൂദ്. സത്യവിശ്വാസി പകയുള്ളവനല്ല. അപ്പം അതിൻ്റെ നേരെ തന്നെയാണ് വന്നത്. അപ്പം അതിൻ്റെ സി എഴുതാം. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അതിൻ്റെ ബി എഴുതാം. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ എക്സാമിന് വരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? നൊയ്ദു അസ്ഇല. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ തയ്യാറാക്കണം. നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ എഴുതാം? ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് എഴുതാം. എന്ത്? അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? അതിൻ്റെ ഉത്തരം എന്ത് എഴുതാം? സംസാരശേഷി. അപ്പോൾ 1 അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം നൽകുമെന്ന് അരുളിയിട്ടുണ്ട്. ആർക്കാണ്? നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക്.
അപ്പം രണ്ടാമത്തത് ആ ചോദ്യവും ഉത്തരവും എഴുതാം. അടുത്തതാ എന്താണ് ഈബത്ത്? മൂന്നാമത്തെ ചോദ്യമായിട്ട് എഴുതാം. എന്താണ് ഈബത്ത്? ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഈബത്ത്. അതുപോലെ നമീമത്ത് എന്താണ്? നമീമത്ത് എന്നാൽ എന്ത്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. അപ്പം അത് നാലെണ്ണം നമുക്ക് ചോദ്യവും ഉത്തരവും ആയി. 3 നാശകാരികൾ ആണ്. ഏതെല്ലാം കാര്യം? ഒരു ചോദ്യം അത് എഴുതാം. 3 നാശകാരികളാണ്. ഏതെല്ലാം കാര്യങ്ങൾ? 5ാമത്തെ ചോദ്യമായിട്ട് എഴുതാം. ഏതൊക്കെയാണ്? ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം എന്നിവയാണ് നാശകാരികളായവ. മനസ്സിലാക്കി എഴുതാം. പിന്നെ നമുക്കൊരു ചോദ്യം ഇവിടെ നിന്ന് ഉണ്ടാക്കാം. എന്താണ്? നാം ഏതെല്ലാം സ്വഭാവങ്ങളാണ് ആർജിക്കേണ്ടത്? വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങി നല്ല സ്വഭാവങ്ങൾ നാം ആർജിക്കണം. അപ്പം അത് ഒരു ചോദ്യമായിട്ട് ഉത്തരമായിട്ട് പഠിക്കുക. ഇത് എക്സാമിന് വന്ന ചോദ്യമാണ്, അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. നാം സ്വീകരിക്കേണ്ട സ്വഭാവങ്ങൾ ഏതൊക്കെ? നാം ആർജിക്കേണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട വിനയം വേണം, കാരുണ്യം വേണം, സ്നേഹം, ക്ഷമ അതൊക്കെ നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. പാപമുക്തമായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഇവിടെ പാപമുക്തമായ ഡേഷ് വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ മനസ്സുമായി എന്നൊക്കെ എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത സ്വർഗം നഷ്ടപ്പെടുന്ന ദുർഗുണങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പോൾ ഈ തഹസീസ് നന്നായി മനസ്സിലാക്കണം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് 5 വരി കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യം എല്ലാ പാഠത്തിൻ്റെയും തഹസീസുകളാണ് വരാറ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ദുർഗുണങ്ങൾ ഏതെല്ലാം എന്നൊരു ചോദ്യം വന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? തെറ്റായ സംസാരം, അത് നമ്മെ നരകത്തിലേക്ക് നയിക്കും. പിന്നെ കളവ് പറയൽ, ഈബത്ത് പറയൽ, ഏഷണി, പരദൂഷണം അതുപോലുള്ള ദോഷങ്ങൾ ഒക്കെ നമ്മളെ നരകത്തിലേക്ക് നയിക്കും, സ്വർഗം നഷ്ടപ്പെടുത്തും. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ചോദ്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം എഴുതാം. എന്ത്? നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ ഏതെല്ലാം? കളവ്, ഈബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവ. അതുപോലെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം ഇതൊക്കെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ കളവ് പറയൽ, ഈബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം ഇതൊക്കെ സ്വർഗം നഷ്ടപ്പെടുത്തും. നീ കോപിക്കാതിരുന്നാൽ നിനക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്. അതുപോലെ സത്യവിശ്വാസി പകയുള്ളവനല്ല. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ട് നമുക്ക് 5 വരി കുറയാതെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് വന്നത് അതാണ് മനസ്സിലാക്കി തഹസീസ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് 20ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് എക്സാം ഇനി കുറച്ച് ചാപ്റ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. എക്സാമിലേക്കൊക്കെ എല്ലാവരും നന്നായി പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്ത് പഠിക്കുക. ഇനി ആർക്കെങ്കിലും ട്യൂഷനായിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ട്യൂഷന് ടീച്ചറാക്കി തരാം കുറഞ്ഞ ഫീസിൽ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ 82 89 89 29 85 ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.